ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം ഉയർത്തിയാണ് മമതയുടെ പ്രചരണം. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങൾ മാത്രം പരിശോധിക്കുന്നുവെന്നും മമതാ ബാനർജി ആരോപണമുയർത്തി. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നും. അച്യുതൻ, എങ്ങനെയാണ് ബംഗാളിലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ പുരോഗമിക്കുന്നത്? വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ BJPയും തൃണമൂൽ കോൺഗ്രസും ഒക്കെ പരസ്പരം ഉന്നയിക്കുന്നുണ്ടല്ലോ. അമൃതാവിൽ ഈ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നണികൾ ശക്തമായ പ്രചരണം തന്നെയാണ് ഈ ബംഗാളിൽ നടത്തിവരുന്നത്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് അവരുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആ പ്രചരണം കേന്ദ്രമന്ത്രിമാരടക്കം ബംഗാളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രചരണത്തിന് ഇത്തരത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് അവർ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ കൂടുതലായി അവിടെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ TMC തൃണമൂൽ കോൺഗ്രസ് ആണ് ഏറെ വെല്ലുവിളി BJPക്കെതിരെ സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം അത് തെരഞ്ഞെടുപ്പിൽ ആകെ TMC ആവർത്തിക്കുന്നുണ്ട്. നേരത്തെ ഈ ഐപെക്കിന്റെ ഡയറക്ടറെ ED അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ അത്തരം പ്രചരണങ്ങളിലേക്ക് കൂടി തൃണമൂൽ കോൺഗ്രസ് കടക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങൾ മാത്രം പരിശോധിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ദേശീയ നേതാക്കളെ അണിനിരത്തി BJP ഒരു സൈഡിൽ പ്രചരണം ശക്തമാക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾക്കെതിരെയും അതുപോലെ തന്നെ SIR-നെതിരെയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയുള്ള പ്രചാരണമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ കോൺഗ്രസും CPIയും ശക്തമായ ഒരു തിരിച്ചുവരവിനായുള്ള തരത്തിലുള്ള പ്രചരണവും അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഈ മാസം 23-നാണ് ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 152 മണ്ഡലങ്ങളിലായിട്ടാണ് ഈ വോട്ടെടുപ്പ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.